Hello everyone, welcome to the live Zoom training for 9th standard. Today we are discussing very important basic foundation about your English. That means high school 9th standard. So first of all, I would like to invite and welcome cordially, warmly to this live platform. Was designed by Elite College Farouk Calicut. So let's begin in the name of God. First of all, I would like to introduce myself as you all are newcomers. My name is Ralph Munir and I reside at Malappuram district in Munir. Hope you understand. And I am an international online English coach and professional English trainer. I teach people from different countries, teaching the teachers, students on online and offline. So I am your English educator. Your textbook, English textbook, is getting ready and it is available on PDF or other internet facility. Your coordinators of Elite College may be forwarding you the PDF files. So let's begin. Today, I'm planning to give you a basic idea about your course, that means your syllabus. എല്ലാവരെയും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം ഫറൂഖിലെ എലൈറ്റ് കോളേജ് ഒരുക്കിയിട്ടുള്ള വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സൂം ആപ്ലിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഞാൻ അവരെ വളരെയധികം പ്രശംസിക്കുകയാണ്. Accolades to the management and the team of Elite College. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം UK-ലും US-ലും ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നിങ്ങനെയുള്ള വിദേശ ഫോറിൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സൂം ട്രെയിനിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ തന്നെയാണ്. നമുക്കറിയാം ജപ്പാനിലും തായ്ലൻഡിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ റോബോട്ടുകളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു വരുന്നത്. വൈകാതെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഹലോ അനന്യ മാഷെ, ഒരു മിനിറ്റ്. അനന്യയോട് മൈക്കൊന്ന് ഫോണൊന്ന് താഴെ വെക്കാൻ പറയും മാഷെ. അനന്യന്റെ കൈ തട്ടിയിട്ടെ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് അൺമ്യൂട്ട് ആകുന്നുണ്ട്. അനന്യ പ്ലീസ്, കേൾക്കുന്നുണ്ടോ? അനന്യ മൈക്ക് ഒന്ന് താഴെ വെക്കൂ. ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഐ ആം സോറി. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നിങ്ങളിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ്. ഇത് റേഡിയോ പ്രോഗ്രാം അല്ല, ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആണ്. അതായത് ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. പിന്നെ മാത്രമല്ല ഇതൊരു ക്ലാസ് റൂം ആണ്, നിങ്ങളുടെ റിയൽ ക്ലാസ് റൂം. നമുക്കറിയാം മറ്റു രാഷ്ട്രങ്ങളിൽ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഫെസിലിറ്റീസ് എന്നോ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ബാംഗ്ലൂർ, ഡൽഹി, ഇവിടൊക്കെ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ ഓൺലൈൻ ഫെസിലിറ്റീസ് വളരെ വിപുലമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഒന്ന് എന്നെ വിളിച്ചിട്ട് പറയണം. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യണം. നിങ്ങളെ വീട്ടിലെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് മൗനം ചെയ്യാൻ പറയണം. കാരണം എനിക്ക് പ്രശ്നമില്ല, മറ്റ് ആളുകളൊക്കെ ഇതിലുള്ളത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല, റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഷമീഷ് സാറെ അറിയിക്കാം. സാറ് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. സാറ് നമ്മുടെ ട്രെയിനിങ് കഴിയുന്നവരെ സാർ ഉണ്ടാവും. എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത് വിവിധ രാഷ്ട്രങ്ങളില് ഇത് എന്നോ എന്തായിട്ടുണ്ട്, സൂം അല്ല, മറ്റ് ഗൂഗിൾ മീറ്റ്, മറ്റ് പല തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ക്ലാസ്സുകൾ വളരെ മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട്.
പക്ഷെ നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഗെറ്റിംഗ് ബാക്ക്, വി ആർ ജസ്റ്റ് withdrawing such online facilities in the world. നമ്മൾ അത്തരത്തിലുള്ള ഓൺലൈൻ ഫെസിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്തു വരുന്നു. നമുക്കറിയാം കേരള സർക്കാർ, നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും നിയമപാലകരും മാധ്യമപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ജനങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കൊറോണ വൈറസിനെ തുരത്തി ഓടിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടു. നമുക്കറിയാം നമ്മുടെ നാട്ടുകളിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവില്ല. എന്നാൽ പല സംസ്ഥാനങ്ങളിൽ, മാത്രമല്ല നമ്മുടെ ജില്ലയിൽ, നമ്മുടെ തൊട്ടടുത്ത ആളുകൾക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലേ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്ന് മരണപ്പെടുന്നു. നമുക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. നമുക്ക് അവർക്ക് പൂർണ്ണ പ്രാർത്ഥനയുമായിട്ട് നമുക്ക് അവരോടൊപ്പം പിന്തുണയെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ആരോഗ്യവകുപ്പും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ അറ്റ്ലീസ്റ്റ് അത് അവർ പറയുന്നതെങ്കിലും അനുസരിക്കാൻ തയ്യാറാവണമെന്ന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോ ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടമാകുന്നു. ഒരുപാട് പേർക്ക് നമ്മോട് കൂടെ ക്ലാസ്സുകളിലേക്ക് വരാനോ, നമ്മോട് കൂടെ കളിക്കാനോ ചിരിക്കാനോ അച്ഛനമ്മമാരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ കഴിയാൻ ഭാഗ്യം കിട്ടാതെ കുറെ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വിളിക്കുത്തരം നൽകി തന്നെയാണ് അവർ പോയത്. അവർക്കൊക്കെ നിത്യശാന്തി, അവരുടെ ഖബറിടങ്ങളിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് മനസ്സിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ്. അപ്പോൾ നമ്മൾ അതിന് കൂടുതൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം ദൈവം നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള എലൈറ്റ് ഫറോക്കില് പ്രവർത്തിക്കുന്ന, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളിലൊന്നാണ്. നമുക്കറിയാം എലൈറ്റ് സെന്റർ ഫോർ കോമ്പറ്റീഷൻസ്, അത് പല സ്ഥലങ്ങളിലും എലൈറ്റ് ഉണ്ട്. എന്നാൽ ഈ എലൈറ്റ് ഒരു പ്രത്യേക എലൈറ്റ് ആണെന്നാണ് ഞാൻ വളരെ അടുത്താണ് ഈ ഒരു എലൈറ്റുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുന്നത്. ഞാൻ അവരെ നേരിൽ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ വളരെ ഫാമിലി, നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഫാദറിനെ പോലെയാണ് അവർ പെരുമാറുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. എനിക്ക് അവര് എന്നോട് ഇതൊന്നും പറയാനൊന്നും പറഞ്ഞതല്ല. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ആരുടെ മുഖത്തും നോക്കി പറയാൻ മടി കാണിക്കാത്ത, ധീരതയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് പറയാൻ, നിങ്ങൾ എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥലത്താണ്. എനിക്ക് നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതിലുപരി ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുക എന്നാണ് ഞാൻ പറയാം. നമുക്കറിയാം കേരള സർക്കാരിന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. CBSE പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇന്റർനാഷണൽ സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവിടെയൊക്കെ പല തരത്തിലുള്ള കോഴ്സ് ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും. ചില സ്കൂളുകളിൽ ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ബുക്കുകളാവും. ചില സ്കൂളുകളിൽ കേംബ്രിഡ്ജ് അല്ലെങ്കിൽ മറ്റ് പല മാക്മില്ലൻ പോലത്തെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യും. ചില സ്കൂളുകളിൽ മാരിഗോൾഡ് അല്ലെങ്കിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഫോളോ ചെയ്യും. NCERT നമുക്കറിയാം നാഷണൽ അല്ലെ, SCERT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്. അപ്പോൾ SCERT ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, മനസ്സിലായി? ഓക്കെ. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും കേരള സർക്കാർ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ഉള്ളത്. ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ, അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ ഉള്ളത്. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, വളരെ രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങളിപ്പോ ഈ കൊറോണ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോ അതിനിടക്ക് നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയോ? വർഷക്കറിയോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നുള്ളത്? അറിയില്ല. അഖിൽഷാക്കറിയോ? ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി? അഖിൽഷ അന്തം വിട്ടുപോയി. ആരാണ്
ഹലോ, അമേരിക്കയുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ല ഇപ്പൊ ചോദിച്ചത്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കേട്ടില്ല. പ്രൊഫസർ സി രവീന്ദ്രനാഥ്. വെരി ഗുഡ്. അപ്പൊ രവീന്ദ്ര സാർ ആണല്ലേ, പ്രൊഫസർ രവീന്ദ്ര സാർ. സാറ് അതുപോലെ കെ ടി ജലീൽ സാറ്, ഇവരൊക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. ഇവര് വളരെ തീർത്തും ഇതിന്റെ പിന്നിൽ, അതായത് വിക്ടേഴ്സ് ചാനലൊക്കെ കൊണ്ടുവരുന്നതിന്റെ പിന്നില് നമ്മുടെ സർക്കാരിന് വലിയ പങ്കുണ്ട്. ഞാൻ സർക്കാരിനെ കുറിച്ച് അപ്രിസിയേറ്റ് ചെയ്യല്ല. ഒരു നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ മുഖം നോക്കാതെ പറയണമെന്നാണ് എല്ലാ കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും നിങ്ങളുടെ കൂടെയാണുള്ളത്, നിങ്ങളുടെ കൂടെയാണ് തീർച്ചയായും. അവരുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, മാധ്യമങ്ങളിലും മറ്റും എല്ലാം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അവര് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരുപാട് ത്യാഗങ്ങൾ. ഇപ്പൊ സ്കൂൾ തുറക്കാതായിട്ട് ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ടീച്ചേഴ്സ് ആണ്. നിങ്ങൾ കുട്ടികളാണ് സ്കൂൾ തുറക്കാനായിട്ട് വേവലാതിപ്പെടുന്നത്. എന്നാൽ സ്കൂൾ തുറക്കുക, ഓൺലൈനിൽ ക്ലാസ് റൂം സംഘടിപ്പിക്കുക, ഇതെല്ലാം നമ്മുടെ വിഷയം. SSLC പരീക്ഷ നടത്തുക, അതിന്റെ ഫലം പ്രഖ്യാപിക്കുക, അതിന്റെ വാല്യുവേഷൻ നടത്തുക, അതെല്ലാം ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ എന്ത് SSLC എക്സാം, നമ്മൾ എന്ത് ട്യൂഷൻ. അപ്പോ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായിട്ടും നമ്മളിത് നമ്മുടെ വീട്ടിൽ നമുക്ക് കൊറോണ അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാസം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ മോചനം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ വെറുതെ പബ്ജിയും മറ്റുള്ള ഗെയിമും മറ്റ് ചില വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു ഏറെ മുതൽക്കൂട്ടാവും. ലൈറ്റ് കോളേജ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിന്ന് ഒരു പണം പോലും ഈടാക്കാതെ സൗജന്യമായിട്ട് തരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിന് പിന്നിലുണ്ടാവില്ലേ? അവർ ബിസിനസ് നടത്തണമെങ്കിൽ അവർക്ക് എന്ത് ബിസിനസ് നടത്തിക്കൂടെ? കോടികൾ ബിസിനസ് നടത്തുന്നവരുണ്ട്. ട്യൂഷൻ നടത്തിയിട്ട് തന്നെ, എൻട്രൻസ് കോളേജ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നടത്തിയിട്ട് തന്നെ കോടികൾ സമ്പാദിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. കൊച്ചിയിലും ബാംഗ്ലൂരിലും കോഴിക്കോടൊക്കെ ഇത്തരത്തിലുള്ള എൻട്രൻസ് കോളേജുകൾ അവർക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എലൈറ്റ് കോളേജിന് ആ രീതിയിൽ ചെയ്താൽ പോരെ? അങ്ങനെയല്ല, കേരളത്തിൽ തന്നെ, ചിലപ്പോ ഇന്ത്യയിൽ തന്നെ എന്ന് പറയേണ്ടി വരും. എനിക്ക് അറിയുന്നത് വെച്ച് പറയാം. നമുക്ക് എന്തായാലും കോഴിക്കോടിനെ പറയാം. വെറുതെ നമ്മൾ തള്ളണ്ടല്ലോ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാല് സാറ് ഫുള്ള് തള്ളലാണെന്ന് പറയും. അപ്പൊ അത് ഞാൻ കേൾക്കാന് അതാദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയാം. കോഴിക്കോട്, നിങ്ങളുടെ ജില്ല ഒരു പക്ഷെ കോഴിക്കോടോ മലപ്പുറം എടുക്കാം. കോഴിക്കോടും മലപ്പുറം, ഇനി വേണമെങ്കിൽ പാലക്കാട് ആരെങ്കിലും ഉണ്ട് പാലക്കാട്. ഇനി വേണ്ട, നമുക്ക് നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് സൂം ട്രെയിനിങ്ങിൽ സൗജന്യമായിട്ട് SSLC അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് എലൈറ്റ് കോളേജ് ആണെന്നുള്ളത് പറയാൻ ഒരു മടിയും കാണും. എനിക്ക് അവരിൽ നിന്ന് ഒന്നും ഒരു നായ പൈസ കിട്ടിയിട്ടല്ല ഞാൻ ആ രീതിയിൽ പറയുന്നത്. അങ്ങനെയല്ല, കിട്ടാൻ വേണ്ടിയിട്ടുമല്ല. ഞാൻ അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഏത് ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും ഞാൻ ആ സ്പോട്ടിൽ ഞാൻ അവരെ അഭിനന്ദിക്കും. അത് നമ്മൾ ചെയ്യണം. അതാണല്ലോ നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കണ്ടേ. അതുപോലെ ഞാനും സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഇറങ്ങിയ ആളാണ്. പഠിച്ച കാര്യങ്ങൾ ഗാന്ധിജി പറഞ്ഞതും, ജോൺ ലോക്ക് പറഞ്ഞതും, മരിയ മോണ്ടിസോറി പറഞ്ഞതും, ജവഹർലാൽ നെഹ്റു പറഞ്ഞതും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാക്കാത്ത ആളുകളാണ് തീവ്രവാദം, അതുപോലെ ഭീകരവാദം, ആളുകളെ കൊല്ലുക, അടിക്കുക, കൂട്ടുക, ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന വിക്ടേഴ്സ് ചാനൽ ഉണ്ട്. ഏറ്റവും ബൃഹത്തായ ഒരു കാര്യമാണ്. ഓൺലൈൻ ഫെസിലിറ്റിയിലേക്ക് ഇപ്പോൾ കേരള വന്നു കഴിഞ്ഞു. വളരെ വളരെ വൈകിയാണെങ്കിൽ, ഞാനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടീച്ചേഴ്സിനോടും കുട്ടികളോടും മാനേജ്മെന്റോടും ഒക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ ഓൺലൈനിൽ ക്ലാസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈനിലായിരിക്കണം നമ്മുടെ ക്ലാസ്സുകള്, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. സ്കൈപ്പ് ആയിരുന്നു അന്ന് എനിക്ക്, സൂം അന്നില്ല. സൂം ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളൂ. ഇപ്പൊ സ്കൈപ്പിൽ എനിക്ക് ബ്രസീലിലും അർജന്റീനയിലും US-ലും ഒക്കെയുള്ള ഒരുപാട് എൻ്റെ സ്നേഹിതന്മാര് അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാര്, എൻ്റെ ട്രെയിനേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ
ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ കുട്ടികൾക്ക്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളൊരു ഇന്ററാക്റ്റീവ് സെഷൻ കൊടുക്കാൻ പറ്റുമോ സ്കൈപ്പിലുള്ള. ബ്രസീലിലുള്ള ഒരു ഹംബർട്ടോ, അവരുടെ പേര് പറയുന്നതിന് എനിക്ക് തടസ്സമില്ല, അവരെന്റെ സുഹൃത്താണ്. ഹംബർട്ടോ എന്നാണ് അവരുടെ പേര്. അവര് എന്റെ കുട്ടികൾക്ക് ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു. വളരെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാനും അവരുടെ കോളേജ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. കസാക്കിസ്ഥാനിലെ എന്റെ ഒരു ടീച്ചറുണ്ട്, സക്കീറ എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഹംബർട്ടോ എന്ന് പറഞ്ഞ അവര് ബ്രസീലിലെ കുട്ടികളെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവരായിട്ട് ഇന്ററാക്ട് ചെയ്തു, ഞാൻ അവരോട് സംസാരിച്ചു ഇംഗ്ലീഷിൽ തന്നെ. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടാവും, ഇംഗ്ലീഷ് അവരുടെ ലാംഗ്വേജ് അല്ല. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ശ്രേയൊക്കെ അറിയോ? ഇംഗ്ലീഷ് ഏത് രാജ്യങ്ങളിലാണ് സംസാരിക്കുന്നത്? ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞു. അമേരിക്ക. അമേരിക്കയിൽ ഇംഗ്ലീഷാണ് പറയുന്നത്. പിന്നെ വർഷക്ക് അറിയോ ഏതെങ്കിലും ഒരു രാജ്യങ്ങളുടെ പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്ന? കേട്ടില്ല നമ്മളെ? ഇംഗ്ലണ്ട്. ഇന്ത്യയാണോ? ഇംഗ്ലണ്ട്. വെരി ഗുഡ്, ഐ അഡ്മയർ യു. ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇംഗ്ലീഷ് വന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒറിജിൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. നമുക്കറിയാം ക്രിക്കറ്റിന്റെ ഒക്കെ ഉത്ഭവം ഇംഗ്ലണ്ടിൽ നിന്നല്ലേ. ഇനി പാനാസോണിക് എല്യൂഗ 12 ആക്റ്റീവ്, ഇത് എന്താണത്? പേരാണോ? ഇയാളെ പേര് ഇങ്ങനെയാണോ? നമ്മളെ പേരെന്താണ്? പേര് കളറിലല്ലേ, വയലറ്റ് കളർ. മാഷെ 3 മിനിറ്റ് കൂടി കഴിഞ്ഞാലേ കട്ടാവും. സെയിം ലിങ്ക് വെച്ച് കേറിയാൽ മതി, കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേര് പറയൂ. സൂര്യ. സൂര്യ, അടിപൊളി പേരാണല്ലോ. ഒരുപാട് സൂര്യ എന്ന് പറഞ്ഞ ഒരുപാട് എന്താണ് പറയാ, ബോയ്സ് ആൻഡ് ഗേൾസ് നടീനടന്മാര് വരെ ഉണ്ട് അല്ലെ. അറിയപ്പെട്ട പേരാണ്. എന്തായാലും മറക്കൂല പേര്, ഇങ്ങനത്തെ പേരൊന്നും. അപ്പൊ സൂര്യക്ക് അറിയോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് 2 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ഒന്ന് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു, ഒന്ന് അമേരിക്ക എന്ന് പറഞ്ഞു. മാളവിക, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയാ, അറിയില്ലെങ്കിൽ പ്രശ്നം. ഡൗട്ട് ഉണ്ട്, ചൈന ആണോ? ഓക്കെ, അടുത്തത് സംഗീത് കൃഷ്ണ. മൈക്ക് ഓൺ ചെയ്യൂ സംഗീത്. ഓസ്ട്രേലിയ. വെരി ഗുഡ്. ഓസ്ട്രേലിയയില് നമുക്കറിയാം സിഡ്നി അല്ലെ. സിഡ്നി അതിന്റെ തലസ്ഥാനമാണെന്നാണ് എന്റെ ഒരു അങ്ങനെയാണ് അല്ലെ. മെൽബൺ ആണോ സിഡ്നി ആണോ തലസ്ഥാനം ഓസ്ട്രേലിയയുടെ? ആരെങ്കിലും പറഞ്ഞോളൂ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം, ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ, ആർക്കെങ്കിലും അറിയാം? മെൽബൺ ആണോ സിഡ്നി ആണോ? സിഡ്നി അല്ലേ സാറേ? സംഗീതിന്റെ അഭിപ്രായത്തിൽ സിഡ്നിയാണ്. വേറെ ആർക്കെങ്കിലും അറിയാം? ബുദ്ധിജീവികളൊന്നും ഇല്ലേ ഇതിന്റെ ഗ്രൂപ്പില്? എല്ലാവരും എന്നെ പോലെയാണോ? എന്താടോ നിങ്ങൾ ഈ പബ്ജി ഒക്കെ കളിക്കുന്നതിന്റെ കുറഞ്ഞ സമയം നിങ്ങൾ ഗൂഗിളിലൊക്കെ ഓരോ രാഷ്ട്രങ്ങളെ കുറിച്ചൊക്കെ അടിച്ചു നോക്കൂ. വളരെ രസമായിരിക്കും അതൊക്കെ. അതിലേറെ വലിയ ഗെയിം ഉണ്ടോ കുട്ടികളെ? നിങ്ങൾ അതൊക്കെ ഒരു ഗെയിമായിട്ട്, അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് പിന്നെ പഠനം എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും. അധ്യാപകരെ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും. കഴിയും, നിങ്ങൾക്ക് പറ്റാത്തതൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അറിയാത്തത് ഇവിടെ സാറുണ്ട്, ഞാനുണ്ട്, നിങ്ങളെ ഒരുപാട് സയൻസ് ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ചോദിക്കാം. നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്, ലഭ്യമാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ സംഭവം തന്നെ, ഫോൺ തന്നെ എന്റെ കയ്യിലില്ലായിരുന്നു.
നിങ്ങൾക്കറിയോ വാട്സപ്പ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സംഭവമൊക്കെ കുറച്ചായിട്ടല്ലേ വന്നിട്ടുള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വേണ്ട +2 പഠിക്കുന്ന. അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സൂര്യ ആൻഡ് സൂര്യജിത്ത് കേൾക്കുന്നുണ്ട്? ക്ലിയർ ആണോ? ഞാൻ രണ്ട് വേർഡ് ഉപയോഗിക്കാം. ഒന്ന് ക്ലിയർ, രണ്ട് ക്രിസ്റ്റൽ ക്ലിയർ. ഇതിലേതാണ്? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ പക്ക ക്ലിയർ ആണ്. സൂര്യ അല്ലെങ്കിൽ സൂര്യജിത്ത് പറയും. ഹരിശ്രീ പക്ക ക്ലിയർ ആണ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ക്ലിയർ ആയിരിക്കണം. അപ്പോഴല്ലേ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ചോദിക്കാനും തടസ്സങ്ങളില്ലാതെ ആശയവിനിമയം ചെയ്യാനും കഴിയും. ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിന് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ നിങ്ങൾക്കറിയാം എന്നത് ഞാൻ പരിശോധിക്കാൻ വേണ്ടിയിട്ട് 5 ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ഓരോരുത്തരായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ, ആദ്യം നിൽക്കുന്ന ആൾ മുതൽ അവസാനം വരെയുള്ള ആളുകൾ പെട്ടെന്ന് പറയണം. ഇവിടെ ഒരു സെന്റൻസ് പറയും, ആ സെന്റൻസിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറയണം. ഓക്കെ, യെസ്. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തോളൂ, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ട് പിന്നെ അതിൽ ചുമക്കരുത്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മള് തൂവാല കൊണ്ട് മുഖം കെട്ടണം എന്നൊക്കെയാണ്. ഇപ്പൊ ആരും തൂവാല കൊണ്ടൊന്നും മുഖം കെട്ടണ്ട, മാസ്ക് ഒന്നും ധരിക്കണ്ട. ചില ചാനലൊക്കെ കാണും മാസ്ക് ഒക്കെ ധരിച്ചിട്ട്. കോഴി മൈക്ക് ഓൺ ചെയ്യുന്നത് ചിലപ്പോ നമ്മുടെ സൂമിൽ അതൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും കൂടെ മൈക്ക് ഓൺ ചെയ്യണമെന്നില്ല. ആൻസേഴ്സ് അറിയുന്നവര് പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് വേഗത്തിൽ പറയണം. 2 ആള് അറ്റാക്ക് ചെയ്തിട്ട്, അതായത് ക്രോസ് ടോക്ക് എന്ന് പറയും. ഒരാള് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കണം, അതിന് ക്രോസ് ടോക്ക് എന്ന് പറയും. അപ്പോ ക്രോസ് ടോക്ക് നടത്താതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളും അതുപോലെ സംസാരിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാൻ പാടില്ല എന്ന പോളിസിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു ഡീലിലാണ് നമ്മളൊക്കെ പോകുന്നത്. യെസ്, ഞാൻ ആദ്യം ഒരു മലയാളം സെന്റൻസ് പറയും. ആ സെന്റൻസിന്റെ ഇംഗ്ലീഷ് ആർക്കും പറയാം. ഞാൻ 8 വർഷക്കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 8 വർഷക്കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അറിയുന്നവര് പറഞ്ഞോളൂ. ആരെങ്കിലും പറഞ്ഞോ? ഞാൻ 8 വർഷക്കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സെന്റൻസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർക്കും അറിയില്ല. ഓക്കെ. I have been learning English for 8 years. I've been learning English for 8 years. I have been learning English for 8 years. Okay, next, number 2. 5 സെന്റൻസുകളെ ഉണ്ടാവുള്ളൂ കേട്ടോ, കൂടുതൽ ഉണ്ടാവില്ല. അറിയുന്നവർക്ക് പറയാം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. I can speak English. Very good. ആരാണ്? പേരെന്താണ്? വർഷ. വർഷ. Yeah. Hello.
Yeah. Yes, Varsha, your answer is right. Thank you for your answer and thank you for your quick reply. I can speak English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അല്ലെ? ആൻസർ അറിയുന്നവരുണ്ടായിരിക്കാം, പക്ഷെ വർഷ പെട്ടെന്ന് തന്നെ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു എന്നതാണ് വർഷ ചെയ്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ആൻസർ അറിയാതെ ആരുടെങ്കിലും മനസ്സിൽ ഇത്തരത്തിലുള്ള ആൻസർ ഇല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ 3, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. I'm going to study English. ആരാ പറഞ്ഞത്? വർഷ. പേര് പറയൂ. വർഷ. അതും വർഷയാണ്. അപ്പൊ വർഷനൊന്ന് കാണണല്ലോ. എവിടെയാണ് വർഷ? നിങ്ങളൊന്ന് ആരാന്നറിയണല്ലോ. രണ്ട് ആൻസർ. ഹർഷയാണോ വർഷയാണോ? വർഷ. ഹർഷ. ഓക്കെ. ഹർഷയുടെ സിസ്റ്റർ ആണോ 10th പഠിക്കുന്നത്? അല്ല, വർഷയാണ് സാർ. ഹർഷക്ക് സിസ്റ്റർ ഉണ്ടോ? LIT കോളേജിൽ ഹർഷനെ പോലെ ഒരു 10th ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം നിങ്ങളുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ഒരുപോലെ ആയിരിക്കും. ഒരാള് നല്ല ഉഷാറാണെങ്കിൽ അവരും മറ്റാളും അങ്ങനെ തന്നെ. അരുൺ ദാസ്, ദേഷ്യം വരുന്നുണ്ടോ? അറിയാത്തത് പഠിക്കാനാണല്ലോ നമ്മളെല്ലാവരും വന്നത് അഫ്നാനെ അല്ലേ? എല്ലാവരും അറിയാത്തത് പഠിക്കാനാണ് ഇവിടെ വന്നത്. നമുക്ക് ആരെങ്കിലും ഈ പണിക്ക് നിൽക്കോ, ഈ കാര്യത്തിന് നിൽക്കോ? ഇല്ല. അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങള് അറിയുന്ന ആളുകളോട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. പ്രത്യേകിച്ച് എന്നെ അറിയാത്ത കാര്യങ്ങൾ എപ്പോ ചോദിച്ചാലും അതിന് ആൻസർ എനിക്കറിയെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിയോ ഭയമോ അങ്ങനെയുള്ള ആശങ്കയോ ഒന്നും വേണ്ട. നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പഠിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത്, ടീച്ചർ ഷുഡ് ബി എ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ടീച്ചർ മസിലും പിടിച്ച് ഗുസ്തിക്കാരന്റെ പോലെ ഈ ബ്രോക്ക് ലാൻസറിന്റെ പോലെ അവിടെ ബോർഡിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാല് ടീച്ചർക്ക് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പഠിക്കാനും കഴിയില്ല. മനസ്സിലായോ? ആയിഷ പേനയും ബുക്കൊക്കെ എടുത്ത് എല്ലാം എഴുതി വെക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നല്ല മിടുക്കിയാണ്. കാരണം എഴുതുമ്പോഴാണ് നമുക്ക് ഇതിൽ ശ്രദ്ധ വരുള്ളൂ. മറ്റേത് നമുക്ക് നമ്മുടെ മൈൻഡ് മെസ്സിയുടെ ആ ഒരു കട്ടിങ്ങും അല്ലെങ്കിൽ ഗോൾഡ് എന്ന രംഗവും റൊണാൾഡോ എങ്ങനെ കളിക്കുന്നു, നൈമർ എങ്ങനെ കളിക്കുന്നു, ഐശ്വര്യ റായ് എന്ത് പറയുന്നു, ഷാറുഖ് ഖാൻ എന്ത് ആക്ഷൻ കാണിക്കുന്നു, മമ്മൂട്ടി, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. ഇന്നിപ്പോ ഇനിയിപ്പോ ഉച്ചക്ക് 2 മണിക്ക് ഏതായിരിക്കും സൂര്യ TVയിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റില് സീരിയൽ ഇപ്പൊ ഏതാണ്, സിനിമ ഏതാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തയിൽ വരിക. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ. ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാത്സോ ഇംഗ്ലീഷോ എന്നല്ല ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കുന്നില്ല. സംഗീതത്തിന് മനസ്സിലായോ? അപ്പൊ നിങ്ങളൊക്കെ മിടുക്കന്മാരാണ്. ദൈവം ഒരാളെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കില്ല. ദൈവം ഒരാളെയും എന്തായിട്ട് ഇവിടേക്ക് പറഞ്ഞു വെച്ചിട്ടില്ല. കഴിവില്ലാത്ത ആളുകളായിട്ട് ലോകത്തേക്ക് ദൈവം ഇങ്ങോട്ടേക്ക് ഒരുത്തനെയും പടച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ എല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവ് നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, തകർക്കരുത്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുക. ഓക്കെ. എപ്പോഴും കാർട്ടൂൺ കാണുക, എപ്പോഴും സിനിമ കാണുക, അതൊരു ഹോബി ആയിട്ട് എടുക്കുക എന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ഞാനും അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങളും അതിനോട് ചെറിയൊരു താല്പര്യം കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാനും നിങ്ങളുടെ രക്ഷിതാക്കളെ സന്തോഷിപ്പിക്കാനും കഴിയുള്ളൂ. അപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ ഒരുപാട് ബുക്കുകൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ ബുക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നോക്കൂ. ഇത് റെൻ ആൻഡ് മാർട്ടിൻസ് എന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. റെൻ ആൻഡ് മാർട്ടിൻസ്. ഇത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ്.
ഇത് വാങ്ങണം എന്നല്ല പറയുന്നത്, ഇതിന് വലിയ വില ഉണ്ട്, നല്ല വില ഉണ്ട്. ഈ ബുക്കിന് തന്നെ 105 രൂപ ഉണ്ട്. ഇത് ആൻസർ കീ ആണ്, ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ ഇതില്. അപ്പോ ഇത് പ്രൊമോട്ട് ചെയ്യല്ല, എന്താ വെച്ചാല് ഇത് നല്ല ബുക്കാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളന്നില്ല, ഫുൾ ഇംഗ്ലീഷ് ആണ്, കടുകട്ടി ഇംഗ്ലീഷ് ആണ്. റെനൽ മാർട്ടിൻസ് പറഞ്ഞത് ഇന്ത്യ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുന്ന ആളുകളാണ്. പിന്നെ അപ്പോ ഈ ബുക്കിലുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കാം. സോ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും കോഓപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്ന് പറഞ്ഞ കാര്യം ഇതിലൂടെ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പറഞ്ഞു വിടുന്ന ഒരു കിളിയെ പോലെ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഒരു കിളിയെ കടത്തി വിടുന്ന പോലെ ആക്കരുത്. ഇതിലെ കേൾക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇതിലെ വിടുന്നു. ഇത് കിളിയല്ല, ഇത് കിളിയല്ല, കളിയല്ല, ഇത് സീരിയസ് ആയിട്ടുള്ള പഠനമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു എന്റർടൈൻമെന്റ് ആക്കരുത്. നമുക്ക് എലൈറ്റ് കോളേജ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാം ഒരു എൻജോയ്മെന്റിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ച 2 ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഞാൻ 8 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 8 years. പഠിക്കുക എന്നുള്ളതിന് ഒരുപാട് വാക്കുകളുണ്ട്, വളരെ പ്രധാനമായിട്ടുള്ള വാക്കുകളാണ്. ഒന്ന് സ്റ്റഡി, ഒന്ന് ലേൺ. നമുക്ക് 2 വാക്കുകളും ഉപയോഗിക്കാൻ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതെല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട്, മലയാളത്തിലും അങ്ങനെ ഉണ്ട് അല്ലെ. നോക്കുക എന്നുള്ളതിനും കാണുക എന്നുള്ളതിനും മാറ്റല്ലേ. നമ്മൾ ടി വിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള നോട്ടായി, ഒരാളെ നമ്മൾ തുറിച്ചു നോക്കുകയാണെങ്കിൽ അത് വേറെ തരത്തിലുള്ള നോട്ടമായി അല്ലെ. നമ്മൾ പുറത്തേക്ക് ഒരു കിളീനെ അങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് വേറെ നോക്കലായി, ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്. അപ്പൊ ഓരോ വാക്കിലും ഓരോ പ്രയോഗങ്ങൾ പേടിക്കണ്ട, നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്തായാലും പറഞ്ഞു വരുന്നത്, രണ്ടാമത്തെ സെന്റൻസ്, സോറി, ലേണും സ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലേൺ എന്ന് പറഞ്ഞാൽ ആർജിക്കുക, പഠിക്കുക, സ്വായത്തമാക്കുക എന്നൊക്കെയാണ്. സ്റ്റഡി എന്ന് പറഞ്ഞാലും പഠിക്കുക തന്നെയാണ്. പക്ഷെ ഇത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. ഈ 2 വാക്കുകൾ തമ്മിൽ മാറ്റങ്ങളുണ്ട്. അതായത് ലേൺ എന്ന് പറഞ്ഞാല് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ലേൺ എന്ന് പറയാം. സ്കിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, കഴിവുകള്, നൈപുണികള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആർജിക്കുന്നതിനാണ് ലേൺ എന്ന് പറയാം. ഇപ്പൊ ഒരു ഭാഷ, അതൊരു കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ആണ്. ആ സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്നതിന് പഠിക്കുക എന്നാണ്, സ്റ്റഡി എന്ന് പറയില്ല, അതിന് ലേൺ എന്നാണ് പറയാം. ഡ്രൈവിങ് നമ്മൾ സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടോ അല്ലല്ലോ പഠിക്കുന്നത്, അതിന് ബുക്കുകൾ നോക്കിയിട്ടല്ലല്ലോ പഠിക്കുന്നത്. ബുക്കുകൾ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷ എഴുതാൻ പറ്റും, ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതാൻ പറ്റും. വണ്ടിമ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മറിഞ്ഞ് വീണ് പോവുകയും ചെയ്യും. അപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്നത് നമ്മൾ പരിശീലനത്തിലൂടെയാണ്. അത്തരം പരിശീലനങ്ങൾ വഴി നമ്മൾ നൈപുണികൾ നേടിയെടുക്കുന്നതിന് ലേൺ എന്നാണ് പറയാം. ഇംഗ്ലീഷ് പഠിക്കുന്നതും ഫ്രഞ്ച് പഠിക്കുന്നതും സ്പാനിഷ് പഠിക്കുന്നതും അറബിക് പഠിക്കുന്നതും ഏത് ലോകത്തിലെ ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോ മനസ്സിലാക്കേണ്ടത്, ലേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് ആർജിച്ചെടുക്കുന്നതിനാണ്, പഠിക്കുന്നതിനാണ് ലേൺ എന്ന് പറയാം. സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ അക്കാദമിക്കൽ ആയിട്ട് പഠിക്കുന്ന, ബുക്ക് നോക്കി വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾക്കാണ് സ്റ്റഡി എന്ന് പറയാം. 2 തമ്മിലുള്ള അന്തരം മനസ്സിലായോ? അപ്പോ പറഞ്ഞു വരുന്നത്, I have been learning English for 8 years. ഇവിടെ സ്റ്റഡിങ് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? ചോദ്യം ഹരിശ്രീ, എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഹരിശ്രീക്ക് ആൻസർ ഇല്ല. സൂര്യജിത്ത് പറയൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മലയാളം.
ചിന്ത വേറെ എവിടെയോ ആണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ ഇങ്ങനെ കാണുന്നുള്ളൂ, ജസ്റ്റ് കാർട്ടൂൺ കാണുന്ന പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നുള്ളൂ. മനസ്സ് ഇവിടെ എവിടെയോ ആണ്. ആയിഷ ഒന്ന് പറഞ്ഞേ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ആയിഷ നേരത്തെ പേനൊക്കെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പം മനസ്സിലാക്കാൻ പറ്റും ആയിഷ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും എന്നുള്ളതിൽ എന്താണ് ഇംഗ്ലീഷ്? മാളവിക. കേട്ടില്ല. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ആ ഹെഡ്സെറ്റ് ഒഴിവാക്കിക്കോളൂ. ഹെഡ്സെറ്റ് പ്ലഗ് ഊര, പെട്ടെന്ന് കേൾക്കാൻ പറ്റും. ഹെഡ്സെറ്റ് ഉണ്ടായിട്ട് എന്തോ തടസ്സമുണ്ട്. ഇനി പറഞ്ഞു. I can in English. ഓക്കെ, കേട്ടു. ഐ ക്യാൻ ഇംഗ്ലീഷ് എന്നല്ല, ഐ കേൾക്കുന്നില്ല. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ശ്രേയ എന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. I can speak in English. സംഗീതം എന്ന് പറഞ്ഞ കൃത്യമായിട്ട്. പറഞ്ഞ സംഗീത്. I can speak English. വെരി ഗുഡ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വേണ്ട, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആയിഷ, 2 ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചിട്ടുള്ളൂ? ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോളൂ. ആർക്കാണോ അറിയുന്നത് അവര് പെട്ടെന്ന് പറയണേ. ഞാൻ നാളെ ഇംഗ്ലീഷ്, സോറി, നമ്മള് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. I was going to study English. I was going to study English. Try again. സംഗീത് ഇനി പറയല. I am going to study English. Who is that? Nan. Afnan. Oh, Afnan. Hi. ഒന്ന് പറഞ്ഞേ. I am going to study English. I am going to study English. ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ അത് സ്റ്റഡി എന്നാണോ പറയേണ്ടത്, ലേൺ എന്നാണോ പറയേണ്ടത്? Learn. ഇതിപ്പോ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ വേണ്ടിട്ട് പോവാന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡി എന്നാണോ ലേൺ എന്നാണോ പറയേണ്ടത്? Study. Study. സ്റ്റഡി എന്നാണ് പറയേണ്ടത് അല്ലേ? So Study. I am going to study the grammar. I am going to study the English textbook അല്ലെങ്കിൽ the Brian Martin book. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ I am going to learn English. Afnan, congratulations. Number 4, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ നിങ്ങളെ കാണുന്നു. I'm seeing you. അതാരാ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആൻസർ ആരാ പറഞ്ഞത്? I'm seeing you. അതാരാണ്? പേര് പറയൂ. സാരത്തും വർഷയും അല്ലെ? രണ്ടാളും ഒരുമിച്ചാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഞാൻ വർഷയിലേക്ക് വരാം. വർഷനെ നമ്മൾ നേരത്തെ സംസാരിച്ചതുകൊണ്ട് നമുക്ക് പരിചയപ്പെട്ടതാണ്. സാരാൻ തെക്കേടത്ത് ആണോ? ഈ M4 ചാനലിന്റെ പേര് എങ്ങനെയാണോ?
അത് വെറുതെ എന്റെ അക്കൗണ്ടിന്റെ ഫോട്ടോ. എല്ലാവരും M4 എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. M4 ചാനലാണോ? വീഡിയോ ഒന്നും ഇല്ല, ഞാൻ വെറുതെ ഉണ്ടാക്കിയത്. ചാനലാണെങ്കിൽ പറയൂ, കേൾക്കുന്നില്ല. സാറിന് ഇങ്ങനെ കാണുന്നത് ഓക്കെ. നിങ്ങളുടെ ആൻസർ കൂടെ പറയോ? I see you. I see you. Very good. I see you. Next question. എനിക്ക് നിങ്ങളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയില്ലേ, എനിക്ക് എന്റെ ആവശ്യമില്ലടോ, എനിക്ക് ഞാൻ തന്നെ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് നിങ്ങളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. റിൻഷ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. റിൻഷ, റിയാസ്, ഇയാള് ബാക്കിലേക്കൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ആര്യ, വർഷ എന്താ പറഞ്ഞത്? I don't need to beg. I don't need to beg. Beg അല്ലേ? ശരിയാണ്. ഓക്കെ, I don't want to beg എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ നല്ല ഒരു സെന്റൻസ് ഉണ്ട്. I don't need to beg എന്ന് പറയാം. എനിക്ക് നിങ്ങളെ യാചിച്ച് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതല്ല. ആയിഷക്കറിയാം? ഒരു രക്ഷയില്ല അല്ലെ? അഖിൽ ഷാ, വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ. I don't want to lick your boots. എല്ലാവരും എഴുതി വെച്ചോളൂ. നാളെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പാരന്റ്സ്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്ന് 5 സെന്റൻസുകൾ പഠിച്ചു അമ്മേ, ഞാൻ ഇന്ന് 5 സെന്റൻസുകൾ പഠിച്ചു ഉപ്പ. ഏതൊക്കെയാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 5ാമത്തെ സെന്റൻസ് ആണ് I don't want to lick your boots. I don't want to എന്ന് പറഞ്ഞാല് എനിക്ക് ആവശ്യമില്ല, കാര്യമില്ല, വേണ്ട ഒക്കെ. അപ്പോ I don't want to. ലിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു പൂച്ച അല്ലെങ്കിൽ പട്ടിക്കുട്ടി ഇവരൊക്കെ ഒരു പാത്രം കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്യും? ടേസ്റ്റ് ചെയ്യും. അവരുടെ നാവ് കൊണ്ട് ടേസ്റ്റ് ചെയ്യും, നക്കും എന്നാണ് പറയാ. അപ്പൊ അതിന് ലിക്ക് എന്നാണ് പറയാ. അപ്പോ I don't want to lick your boots. ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാദരക്ഷകൾ അല്ലെങ്കിൽ ഷൂസിനാണ് ബൂട്ട് എന്ന് പറയാം. So I don't want to lick your boots എന്ന് പറഞ്ഞാല് എനിക്ക് നിങ്ങളുടെ ഷൂസ് ലിക്ക് ചെയ്യേണ്ട, നക്കേണ്ട ആവശ്യമില്ല എന്നല്ല മീനിങ്. അതിന്റെ മീനിങ് എനിക്ക് നിങ്ങളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളെ ഔദാര്യത്തിന്റെ, നിങ്ങളെ ഒരു കാര്യം ആവശ്യമില്ല, എനിക്ക് തന്നെ, ഞാൻ തന്നെ ചെയ്തോളാം എന്നതാണ്. നമ്മൾ പറയില്ലേ, എനിക്ക് പോയി പണി നോക്കടോ എന്ന് പറയില്ലേ? അപ്പൊ അത് ആ സമയത്ത് എനിക്ക് പറയാം I don't want to lick your boots. നെക്സ്റ്റ്. ഇനി ഈ 5 സെന്റൻസുകളും സൂര്യ 5 സെന്റൻസുകൾ എഴുതി വെച്ചോ? എത്ര സെന്റൻസ് ആയി? 5 സെന്റൻസ് ആയി. സൂര്യ ഓരോ സെന്റൻസുകൾ പറയുമ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ആളുകള് ആ സെന്റൻസിന്റെ ഇംഗ്ലീഷ് പറയണം. സൂര്യ വായിച്ചോളൂ, ഏത് സെന്റൻസും വായിക്കാട്ടോ. വായിച്ചോളൂ. ഞാൻ 8 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുന്നു. ഓക്കെ, ശ്രേയ പറയൂ. I have been learning English for 8 years. അത് ശരിയാണോ ആയിഷ? ആയിഷ, അതിന്റെ ആൻസർ എന്താണ്? ആയിഷ ആൻസർ പറയുന്നില്ല. സംഗീത്,
ആൻസർ പറയുന്നില്ല. അഫ്നാൻ, I am learning English for 8 years. ശ്രേയ, സൂര്യ, ഇവർ രണ്ടുപേരും ആൻസർ പറഞ്ഞു. രണ്ടും ശരിയാണോ? രണ്ടും തെറ്റാണ്. സൂര്യക്ക് ആൻസർ അറിയോ? സൂര്യക്ക് ആൻസർ അറിയോ? യെസ് ഓർ നോ? Yes. So please give your answer. I have been learn English for 8 years. അല്ല, തെറ്റിപ്പോയി. ഐ ഹാവ് ബീൻ ലേൺ എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? Learning. സൂര്യജിത്ത് ഒന്ന് സാർ ഒന്നുകൂടി പറയാം, കേട്ടില്ല. കേട്ടില്ല? കേട്ടില്ല. സൂര്യജിത്തിന് അറിയില്ല. അടുത്ത ആർക്കും അറിയാം? ഈ ഹർഷ എന്ന് പറഞ്ഞു കൊടുത്ത ആൻസർ. വർഷ ഒന്ന് സൗണ്ടിൽ പറഞ്ഞോളൂ, എല്ലാവരും കേട്ടോളൂ. I have been learning English for 8 years. I have been learning English for 8 years. പറയാം, have been ശേഷം ഒരു verb ing ഫോം ആയിരിക്കണം. ആക്റ്റീവ് ഫോമില്, ആക്റ്റീവ് വോയിസില് have been ശേഷം വെർബിന്റെ ing ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ I have been learning English for 8 years. നമുക്കറിയാം ഇവിടെ ഫോറും സിൻസും ചർച്ച ആവാറുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ബ്രാക്കറ്റില് ഫോർ, സിൻസ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള അതിന്റെ ട്രിക്ക് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന് സൂത്രവാക്യങ്ങളുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഈ സൂത്രവാക്യങ്ങൾ. ആ വേർഡിൽ തന്നെയാണ് സൂത്രവാക്യം അല്ലെ? സൂത്രാണത്. അപ്പൊ അതുപോലെ ചില ട്രിക്സുകൾ ഇംഗ്ലീഷിലുണ്ട്. ആ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളെ മറിച്ചിടും. അപ്പൊ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഫോർ ഉപയോഗിക്കാൻ കാരണം എന്താണ് സാർ എന്ന് ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ പറയാം. നമുക്ക് നിശ്ചിതമല്ലാത്ത ഒരു കാര്യം, ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു കാലം, സമയം, പീരീഡ്, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഫോർ ആണ് ഉപയോഗിക്കാം. ഇപ്പോ 8 years എന്നുള്ളത് അതൊരു കൃത്യമായ അളവല്ലല്ലോ. സരങ്ക് കേൾക്കുന്നില്ലേ? ഓക്കെ, എന്തോ ഒരു ടെൻഷനിലാണല്ലോ സരങ്ക്. ഒന്നുമില്ല. ഓക്കെ, ആര്യ എന്ത് പറ്റി? എന്താണ് ഒരു എന്തൊക്കെയോ ഇതുണ്ടോ? എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എന്താ ഒരു ഹാപ്പിനെസ്സിലല്ലല്ലോ കാണുന്നത്. അമ്മാൻ അടിപൊളിയല്ലേ? ആര്യക്ക് പറയുന്നത് മനസ്സിലാവാത്തോണ്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നുണ്ടോ? ഫുള്ള് മലയാളം പറഞ്ഞിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ആര്യ സംസാരിക്കണം. ഒരു ചോദ്യം ചോദിച്ചാല് ഒരു മറുപടി ഉണ്ടാവില്ലേ? ആര്യ മൈക്ക് ഓൺ ചെയ്യൂ. ഹലോ, ആര്യയുടെ വീട് എവിടെയാണ്? എവിടെ? ബാംഗ്ലൂരോ? കേട്ടില്ല. ജയ്പൂരോ? ബേപ്പൂര്. ഓഹോ, ഞാൻ കരുതി വേറെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തോ, എന്നിട്ട് ഞാൻ മലയാളം പറയുന്നത് ആകെ ബുദ്ധിമുട്ടായി പ്രയാസമായിട്ട് ഇരിക്കുകയാണോ എന്ന് കരുതി. തെറ്റിദ്ധരിക്കുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചാണ്. ഓക്കെ, സോറി. അപ്പോ വർഷ, മനസ്സിലായോ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ലാസ്റ്റ് ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? I have been learning English for 8 years. അതിലെ എന്തോ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. അതെന്താണ്? അത് have been past tense ആയതുകൊണ്ട് ബീന്റെ അവിടെ സർ പറഞ്ഞു സാർ.
കള്ളം പറയരുത്. ഹാവ് ബീൻ പാസ്റ്റ് ടെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹാവ് ബീൻ ആക്റ്റീവ് വോയിസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോ ആക്റ്റീവ് വോയിസിൽ ഹാവ് ബീൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹാവ് ബീൻ വരികയാണെങ്കിൽ ING ഫോം ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. പാസീവ് വോയിസിൽ ചെറിയ മാറ്റം ഉണ്ടെന്നുള്ളൂ. അപ്പോ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ, അവിടെ ആ ഫോറിന്റെ ഭാഗത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ അഖിൽ ഷാ? ഫോർ എപ്പോഴാ ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞത്? അഖിൽ ഷാ ഉറങ്ങുകയാണോ? ഹലോ, കിടക്കുകയാണോ? നിങ്ങളടുത്ത് നിന്നൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ 10 സെക്കൻഡ് 20 സെക്കൻഡ് പിടിക്കുന്നുണ്ട് കേട്ടോ. സാർ കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നില്ല. ഹലോ സാർ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അമൻ KC, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. റിൻഷ റിയാസ് ടു ഓൾ. സർ ക്ലിയർ ആവുന്നില്ല. റിൻഷ, സൂര്യ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്? ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? സംസാരിക്കണം. ഒരു ചോദ്യം ചോദിച്ചാലും മറുപടി വേണം. ഇത് റേഡിയോ പ്രോഗ്രാം അല്ല. ക്ലിയർ ആണ്, പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് എന്തോ ഒരു തടസ്സം അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ പരിഹാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോറിന്റെ ഉപയോഗം ഇനി നിങ്ങളോട് ചോദിച്ച് ഞാൻ വ്രണപ്പെടുത്തുന്നില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. നമുക്ക് സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഫോറിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞു, ഒരു കൃത്യമല്ലാത്ത, ഒരു കൃത്യത അല്ലാത്ത ഒരു സമയം, പീരിയഡ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഫോർ 8 years എന്ന് പറഞ്ഞു അല്ലെ. ഈ 8 വർഷം എന്നുള്ളത് ഒരു കൃത്യമായ, വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കൃത്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഫോർ ഉപയോഗിക്കുക. ഇനി അതിനേക്കാൾ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, വർഷങ്ങൾ വരുമ്പോ ഇപ്പൊ 10 വർഷം, 1 വർഷം, 4 മാസം, ഇങ്ങനെ മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു മാസത്തിന്റെ പേര്, ഒരു വർഷത്തിന്റെ പേര് 2016, 2020 അല്ലെങ്കിൽ 1997 ഇങ്ങനെയൊക്കെ ഒരു വർഷത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അവിടെ ആണ് ഉപയോഗിക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സമയം പറയുകയാണെങ്കിൽ അവിടെ കൃത്യമല്ലാത്ത സമയം പറയുകയാണെങ്കിൽ അവിടെ ഫോർ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് പറയാം. ഫോർ 10 days, ഞാൻ നിന്നെ 10 ദിവസമായി കാത്തു നിൽക്കുകയാണ്. I'm waiting for you. I'm waiting you for 10 days. അവിടെ 10 days എന്നുള്ളത് കൃത്യമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് ഫോർ മുമ്പിൽ ഉപയോഗിക്കുന്നത്. ഫോറിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്, കാരണം എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്, ബിക്കോസ് എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ബിക്കോസ് എന്നുള്ള അർത്ഥമുണ്ട്. എനിക്ക് പനി ആയത് കാരണം, ജലദോഷം, പനി പനി പറഞ്ഞാൽ പിന്നെ വേറെ ചോദ്യം എന്താ വരാൻ? പനി. ഈ പരീക്ഷയൊക്കെ മാറ്റണം കേട്ടോ സ്കൂൾ പറഞ്ഞാല്. സത്യമേവ ജയതി അല്ലെ, സത്യമേ പറയാവൂ. കളവ് നമ്മള് പഠിക്കാൻ ചോദിച്ചു. മോനെ
അത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന മനസ്സിലാവും നിങ്ങൾ സത്യമാണോ പറയുന്നത്. ഓക്കെ, സൈക്കോളജിയില് ഒരാള് കളവ് പറയുകയാണെങ്കിൽ അതിന് സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചറോട് കളവ് പറഞ്ഞാൽ ടീച്ചർ ചിലപ്പോ അത് മൈൻഡ് ചെയ്യും, നിങ്ങളോട് പറയും കള്ളം പറയാണെന്ന് പറയില്ല. കളവ് പറയുന്നത് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റത് ആരും ഒന്നും പറയില്ല. എന്താ എന്തിനാ അടിക്കുന്നത്? നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ടീച്ചറാണ്. നിങ്ങൾ നേരം വൈകി ഇവിടെ വർഷ എന്നൊരു കള്ളം പറഞ്ഞു. സാർ ക്ലിയർ ആവുന്നില്ല. അതിന്റെ ഇടയ്ക്ക് എന്തോന്നും പറഞ്ഞല്ലോ. ഓക്കെ, ഫോറം സെൻസ് ഉപയോഗിക്കുന്ന മനസ്സിലാക്കി. ഞാൻ 2012 മുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. അപ്പൊ അവിടെ 2000 കൃത്യമായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് സിൻസ് ആണ്. ജൂലൈ, പിന്നെ ഓഗസ്റ്റ്, ഇതൊക്കെ മാസങ്ങളുടെ പേരാണ്. പിന്നെ മൺഡേ, ട്യൂസ്ഡേ, ഇതൊക്കെ ദിവസങ്ങളുടെ പേരാണ്. 10 മണിക്ക്, 8 മണിക്ക്, ഇതൊക്കെ കൃത്യമല്ലാത്ത അളവാണ്. എന്ത് 10 years അല്ലെങ്കിൽ 1 hour. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വർഷ പറയുക. അടുത്ത സെന്റൻസ് ഇതിന് കൃത്യമായിട്ടുള്ള സെന്റൻസ് ഉണ്ട്. ഞാൻ 8 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചു വരികയാണ്. ക്ലിയർ ആവുന്നില്ല, വേറെന്തോ ശബ്ദം വരുന്നുണ്ട്. വേറെ സൗണ്ടാ കേൾക്കുന്നത്? വേറെ എന്തിനൊക്കെ സൗണ്ട്. ഹലോ സാർ, സാറേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടും കുട്ടികൾക്ക് കേൾക്കുന്നില്ല എന്നാ പറയുന്നത്. മാഷെ പറഞ്ഞോളൂ. ഓക്കെ വർഷ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ എന്താണ്, ഞാൻ 8 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചു വരികയാണെന്ന് എങ്ങനെ പറയും? I have been learning English for 8 years. വെരി ഗുഡ്. അപ്പൊ അവിടെ ലേണിംഗ് കൊടുക്കാൻ കാരണം എന്താണ്? ലേൺ മതിയായിരുന്നല്ലോ. റൌഫ് മാഷെ, 1 മിനിറ്റും കൂടിയല്ലേ ക്ലാസ്, ഇപ്പൊ കട്ടാവും. 1 മിനിറ്റും കൂടെ ഉള്ളൂ. വണ്ടി ഇപ്പൊ ട്രെയിന് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എത്തും. അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോകില്ല, നിൽക്കും. പിന്നെ നമ്മളൊക്കെ അടുത്ത ദിവസം കാണാം. ഹലോ, ട്രെയിൻ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ചയിലെ നമ്മൾ കാണുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഡിറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്, പിന്നെ അതുപോലെ നോട്ടീസ് റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, പാരഗ്രാഫ് റൈറ്റിംഗ്, പോയം, പോയട്രി, then സ്പീച്ച്, അതുപോലെ ആർട്ടിക്കിൾ, സെമിനാർ റിപ്പോർട്ട്,